നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ നശിച്ച ട്രാഫിക് ബ്ലോക്ക് എപ്പോ തീരും? ഉടനെ തീരും മാഡം. കാഴ്ചപ്പാടില്ല നമ്മുടെ ഭരണാധികാരികൾക്ക്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ റോഡുകളൊന്നും ഉണ്ടാക്കി വെക്കില്ലായിരുന്നല്ലോ. എന്തെങ്കിലും തരണം മാഡം. ഇവനൊക്കെ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? നല്ല തണ്ടുനടിയുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മാഡം, ഈ പ്രതാപന് പ്രതാപം ഇല്ലെന്നാ എല്ലാരും പറയുന്നു. തന്റെ പേരെന്താന്നാ പറഞ്ഞേ? പ്രതാപൻ. പ്രതാപൻ എന്റെ അച്ഛന്റെ പേരാണല്ലോ. മാഡം വേണ്ട, വേണ്ട മാഡം. കുഴപ്പമില്ല, മണ്ടത്തിലായി കാണിക്കുന്നത്. സാരില്ല, എന്റെ അച്ഛന്റെ പേരുള്ള ഒരാളല്ലേ, കൊണ്ടുപോയിക്കോട്ടെ. ഇത് വെച്ചോ, എന്തെങ്കിലും സ്വയം തൊഴിൽ ചെയ്യാൻ നോക്ക്. വലിയ ഉപകാരം. കുട്ടിക്ക് നല്ല മനസ്സാ, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും. കുട്ടിയുടെ കല്യാണം എത്ര വേഗം നടക്കും. എന്താ ഇടിയിട്ടെന്ന് അയാൾ പറഞ്ഞത് കേട്ടില്ലേ? കല്യാണം എത്ര വേഗം നടക്കണമെന്ന്. നമ്മളത് ഒരിക്കലും നടക്കലേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അയാളുടെ ഒരു അനുഗ്രഹം. അയാളെ ഇടിയിട്ടെന്ന് വിളിക്കരുത് മാഡം. അയാൾക്ക് മാഡത്തിന്റെ അച്ഛന്റെ പേര്. അത് ശരിയാണല്ലോ, സോറി, ഞാനത് ഓർത്തില്ല. തന്റെ പേരെന്താന്നാ പറഞ്ഞ? രാജു. രാജു എന്നല്ല, ലോക തോൽവി. ശരിക്കും ഇടിയട്ടെ താന മണ്ടൻ. ഞാൻ മാഡം എന്തെങ്കിലും തരണം മാഡം. എന്താ വേണം? പ്രതാപൻ എന്ന പേരുള്ള പിച്ചക്കാർക്ക് കൈ നിറച്ച് കാശ് കൊടുക്കണ്ടെന്ന് കേട്ടു. ഞങ്ങളെല്ലാം പ്രതാപന്മാരാ. നിങ്ങളും? അതെ, എന്റെ ഭർത്താവിന്റെ പേര് പ്രതാപൻ എന്നാ. എന്റെ പേര് ലതിക പ്രതാപൻ. ചിരിക്കണ്ട, കയ്യിലുള്ളത് മുഴുവൻ ഞാൻ ഇവർക്ക് കൊടുക്കാൻ പോവാ. വേണ്ട, എന്ത് സന്തോഷം. എത്രയും വേഗം കുട്ടിയുടെ കല്യാണം നടക്കും. നല്ല ഭർത്താവിനെ കുട്ടിക്ക് കിട്ടും. പെട്ടെന്ന് കല്യാണം നടക്കും. ഇത്രയൊക്കെ പഠിച്ചിട്ടും നാടെ ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്. കഷ്ടം. പ്രതാപൻ എന്ന് പലർക്കും പേരുണ്ടാവില്ല മാഡം. അതില് കൊലപാതകി മുതല് കൊള്ളക്കാരൻ വരെ ഉണ്ടാവും. അച്ഛന്റെ പേര് അതാണെന്ന് കരുതി അവരോട് മുഴുവനെ ലോഹ്യം കാണിക്കാൻ നിന്ന എന്താ അവസ്ഥ? മാഡം, ഈ ലോകത്ത് ഒരേ ഒരു പ്രതാപനെ മാത്രം സ്നേഹിച്ചാൽ മതി. അത് എന്റെ സാറ് കൂടിയായ മന്ത്രി പ്രതാപവർമ്മയാ. ബാക്കി ഒരു പ്രതാപനെയും മാഡം ഗൗനിക്കണ്ട. ഗൗനിച്ച ഇപ്പൊ സംഭവിച്ചതുപോലെ സംഭവിക്കും. കയ്യിൽ നിന്ന് കാശ് പോവും. പൊക്കോട്ടെ, എന്നാലും സാരമില്ല. അച്ഛനെയോ നേരിട്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള അവസരം അച്ഛൻ എനിക്ക് ഒരിക്കലും തരുന്നില്ല. ഇങ്ങനെയെങ്കിലും ഞാൻ എന്റെ മനസ്സിലെ ഇഷ്ടം കാണിച്ചോട്ടെ രാജു. അതിന് കാശിന്റെ കണക്ക് പറയരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.